കൊച്ചിയിലോട്ട് പോവാണ്. Hi guys, welcome back to Cuddle Cloud. After a long time ആണ് ഞാനൊരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു മൊമെന്റ് വരെ 2 മാസമായി. ആൻഡ് ലോങ് വീഡിയോ കുറച്ച് എടുത്തു വെച്ചിട്ട് ഏകദേശം 1 മാസമായി. ഈ ഒരു ഹൗസ് ഷിഫ്റ്റിങ്ങും ഹൗസ് ഹണ്ടിങ്ങും കാര്യങ്ങളുടെയൊക്കെ പിന്നാലെ നടന്ന് ലോങ് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. എന്തായാലും ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചിയിലോട്ടാണ് ടു ബൈ സം ഗ്രോസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാറുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൊച്ചിയിലോട്ട് പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ സാധനവും അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നിന്ന് വാങ്ങിച്ച് അതൊക്കെ കെട്ടിച്ചൊമ്പന്ന് അവിടെ പോവാന്ന് പറയുന്നത് ടാസ്ക് ആണല്ലോ. സോ ഇന്ന് നമ്മൾ കൊച്ചിയിലോട്ട് പോവുകയാണ്. കൂടെ അജി അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ആസ് യൂഷ്വൽ നമ്മൾ നല്ലപോലെ ലേറ്റാണ്. ഞാൻ 8 മണിയാകുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞാനിവിടെ അപ്പൂപ്പനും അമ്മൂമ്മയുടെയും കൂടെയാണ്. അപ്പോൾ ആദ്യം വീട്ടിൽ പോയിട്ട് അമ്മേനെ വിളിക്കണം, എന്നിട്ട് പോണ വഴി അജീനെ പിക്ക് ചെയ്യണം. ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ 8 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ സമയം 9 മണിയായി. ഞാൻ കുറേ കാലങ്ങളിൽ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സോ ഇൻട്രോസ് പറയാനൊന്നും എനിക്ക് കിട്ടുന്നേ ഇല്ല. ഞാനൊരു 5-6 തവണ ഇതേ കാര്യം സെയിം കാര്യം പറഞ്ഞുകൊണ്ടേ ഇരുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ ഞാനൊരു അരമണിക്കൂർ എടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇന്ന് പട്ടു ഉണ്ടാവൂന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. അമ്മ കൊണ്ടുവരാന്ന് പറഞ്ഞു. പക്ഷെ പട്ടുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പട്ടുവിനെ നോക്കുന്ന കാര്യം ഈസ് വെരി ഹാർഡ്. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല. സോ പട്ടുവിനെ വിളിച്ചിട്ട് വരുമോന്ന് എനിക്ക് അറിയില്ല. പട്ടു ഉണ്ടെങ്കിൽ ഞാൻ പട്ടുവിനെ കുറെ ഇൻക്ലൂഡ് ചെയ്യാം. കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ പട്ടുവിനെ കണ്ടിട്ട് എത്രയായതുകൊണ്ട് കമന്റ് ചെയ്യാറുണ്ട്. സോ എന്തായാലും നമുക്ക് അമ്മേനെ വിളിക്കാൻ പോയതിന് ശേഷം വീഡിയോ എടുക്കാം. ഇനിയും വീഡിയോ എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നൊന്നും അവിടെ എത്തില്ല. ബൈ പറ. ബൈ. പോയിട്ട് വരാം. കൊറേ നേരമായില്ലേ? രണ്ടുപേരും ഞാൻ വരാനായിട്ട് കുറച്ചധികം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. എന്റെ കൃത്യനിഷ്ഠയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ. എന്തോ ഇതൊക്കെ വലിയ അലങ്കാരം പോലെയാണ് ചില സമയത്ത് ഞാൻ തന്നെ നടക്കാറുള്ളത്. പക്ഷെ ഈ ഒരു വൃത്തികെട്ട സ്വഭാവം മാറ്റാനായിട്ട് അങ്ങേയറ്റം ഞാൻ ഇപ്പൊ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട് പട്ടുവിന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് 2 കാര്യമാണ്. ഒന്ന് ഈ മാഷ, കാർട്ടൂൺ അങ്ങനെയുള്ള സെറ്റപ്പും, രണ്ടാമത്തെ ഫുഡ്. പട്ടുവിന് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും വെറൈറ്റി ഫുഡൊക്കെ ആണെങ്കിൽ സന്തോഷം. ഞാൻ പിന്നെ നേരെ തിരിച്ചാണല്ലോ. എനിക്ക് ഫുഡ് കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പം അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയും നിനക്കുള്ളതും കൂടെ ചേർത്തി പട്ടു കഴിക്കുന്നുണ്ട് എന്നുള്ളത്. ഫുഡ് കഴിച്ചിറങ്ങി ഏകദേശം കൊച്ചിയിൽ എത്തുന്നത് വരെ വണ്ടിക്കകത്ത് പട്ടുവിന്റെ കുറെ കുൽസിത പ്രവൃത്തികളായിരുന്നു. Japanese.
നിങ്ങളാകെപ്പാടെ 1 മിനിറ്റല്ലേ ഇത് കാണേണ്ടി വന്നുള്ളൂ. ഞങ്ങൾ ഏകദേശം 2-2.5 മണിക്കൂറായിരുന്നു ഇത് കാണേണ്ടി വന്നത്. പട്ടുവിനെ എങ്ങോട്ടെങ്കിലൊക്കെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയാണെങ്കിലും ആള് കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എൻജോയ്മെന്റ് ആണ്. സമയം പോകുന്നതേ നമുക്കറിയാം. കറക്റ്റ് ഫ്ലാറ്റ് എത്താറായതും പട്ടു ഫ്ലാറ്റായി. ഈ ഫ്ലാറ്റ് അമ്മ ആദ്യമായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എഗ്രിമെന്റും ഫ്ലാറ്റ് ഹണ്ടിങ്ങും ഇതിന്റെ എല്ലാത്തിന്റെ പിന്നാലെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ഫ്ലാറ്റിനകത്ത് കയറി പട്ടുവിനെ കിടത്തിയേ ഉള്ളൂ, അപ്പോഴേക്കും കുട്ടി എഴുന്നേറ്റത് ഓടി മോമി മോമി എന്നൊക്കെ പറഞ്ഞിട്ട്. കുട്ടിയുടെ വായിൽ ഇംഗ്ലീഷ് മാത്രമേ വരൂ, അമ്മയെന്നൊന്നും വിളിക്കാറില്ല, മോമി എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. പട്ടുവിന് ഈ ഫ്ലാറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? ഇവിടുത്തെ TV. അത്യാവശ്യം കുറച്ച് വലിയ TV ആണ്. അപ്പൊ അതിൽ ഈ പാട്ടൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാനൊക്കെയാണ്. അതായത് നമ്മുടെ സോസ് പാൻ, പിന്നെ ഫ്രൈയിങ് പാൻ, അങ്ങനെയുള്ള സാധനമില്ലേ. അപ്പൊ അത് വാങ്ങാനാണ് ആദ്യം പോയത്. തല്ലി പൊട്ടിക്കരുത് പ്ലീസ്. പട്ടു ഇങ്ങനത്തെ ആൾക്കാർ പോണ്ടിച്ചേരിയിൽ പോയിട്ട് വണ്ടി എടുക്കും. ഇപ്പോൾ മറ്റുള്ളവരുടെ ഇതിലെടുത്ത് ഇതാണ്. ഉറക്കം വന്നിട്ട് വയ്യ എനിക്ക്. വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതിയേ ഉള്ളൂ. എത്ര കാലമായി എന്ന് പറയാം ഓടാൻ തുടങ്ങിയിട്ട്. അയ്യോ ഫൈനലി വീടെത്തി. ഉറക്കം എന്നെ ഇങ്ങനെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഉറങ്ങാനാണല്ലോ പോകുന്നത്. അതിനു മുമ്പ് ഈ ഫ്ലാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കണ്ടന്റ്സ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഹോപ്പ്ഫുള്ളി നല്ല രീതിയിൽ എടുത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. കറക്റ്റ് സമയത്ത് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും ഇനി അങ്ങോട്ട് ഞാൻ പ്രോപ്പറായിട്ട് എല്ലാ വീഡിയോസും ഇടാൻ നോക്കാം. ക്രാഫ്റ്റ് മാത്രം കുറച്ച് കുറവായിരിക്കും, ബിക്കോസ് എൻ്റെ ടേബിളും കാര്യങ്ങളും ഒന്നും ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് ഞാൻ ഇടാം. അപ്പോൾ ടേക്ക് കെയർ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel